നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF പ്രകടന പത്രിക പുറത്തിറക്കി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രതിപക്ഷ നേതാവ് VD സതീശന് നൽകിയാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. നേരത്തെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾക്കൊപ്പം ഒട്ടനേകം വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് UDF പ്രകടന പത്രിക. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ കൂടി ഉൾപ്പെട്ടതാണ് UDFിൻ്റെ പ്രകടന പത്രിക. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപ ഉറപ്പാക്കുന്നതിനോടൊപ്പം വയോജനങ്ങൾക്കായി ക്ഷേമ പ്രവർത്തനങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ പദ്ധതികളും UDF വാഗ്ദാനം ചെയ്യുന്നു. കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ശുചിതരംഗം തുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കും. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. നാലാമത്, ചികിത്സാ ചെലവ് 3 കുറയ്ക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. അഞ്ചാമത്തത്, വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ബഡ്ജറ്റ്. റബ്ബറിന്റെ തറവില 300 രൂപ ഉറപ്പാക്കും. സിയാൽ മോഡൽ റബ്ബർ കമ്പനി തുടങ്ങുമെന്നും വാഗ്ദാന പട്ടികയിൽ പറയുന്നു. നെല്ലിന് 35 സംഭരണ വില നൽകുമ്പോൾ നാളികേരത്തിന് ഉയർന്ന തറവിലയും പ്രകടന പത്രികയിൽ പരിഗണിക്കുന്നു. റാഗിംഗ് ഇല്ലാതാക്കാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ട്, തൊഴിൽ മാറ്റങ്ങൾ പഠിക്കാൻ ജോബ് വാച്ച് ടവർ, ഇന്ദിരാ ക്യാൻറ്റീനുകൾ, ആശാവർക്കർമാരുടെ ദിവസവേതനം 700 രൂപയാക്കുന്നതും പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല ആചാരലംഘനം ഒഴിവാക്കാൻ സംവിധാനം, ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം സുതാര്യമാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. അഴിമതി തടയാൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കുന്ന കാര്യവും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.